ഹലോ ഷുട്ടുമണീസ്. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ നമുക്കിന്ന് ഓഷ്യൻ തീമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. സാധാരണ നമ്മൾ ബ്ലൂ ഓഷ്യൻ തീമാണ് ചെയ്യുന്നത്, പക്ഷേ വെറൈറ്റി ആയിട്ട് നമുക്കിന്ന് ബ്ലാക്ക് ഓഷ്യൻ തീമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നമ്മൾ ഈ ഒരു ഓഷ്യൻ തീം ചെയ്യാനായിട്ട് എപ്പോക്സി റെസിനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ 2:1 റേഷ്യോയിലുള്ള റെസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ 2:1 റേഷ്യോയിൽ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ബ്ലാക്ക് പിഗ്മെൻ്റ് ആണ് ആഡ് ആക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് ആ ഒരു മൗൾഡിലോട്ട് പോർ ചെയ്ത് കൊടുക്കും. പോർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ആയി കൊടുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് സ്പ്രെഡ് ആയിക്കൊള്ളും. പിന്നെ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒരു 2 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക്, ഒരു 2 hours 2.5 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു കുറച്ച് ഡ്രൈ ആവും. എന്നാൽ ഓവറായിട്ട് ഡ്രൈ ആവരുത്, കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ ഷെൽസൊക്കെ നമ്മൾ അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 2 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ വെക്കുന്നത് എല്ലാം ഒറിജിനൽ ആയിട്ടുള്ള ഷെൽസാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ആക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഷെൽസ് ഒക്കെ വെക്കുന്ന ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം കൂടാണ്. കാരണം ഇതിപ്പോൾ ഞാനും എൻ്റെ നത്താത്തിനും കൂടാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരാളൊന്നെങ്കിൽ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒരാൾ പ്ലേസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതെടുത്ത് വെക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ വെക്കുന്ന ടൈം തന്നെ അതിനകത്ത് 100 കാര്യങ്ങൾ കാണും. അത് വേണ്ട, അത് വെക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യും. ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് അതിനകത്ത് സെലക്ട് ചെയ്ത് രണ്ടുപേർക്കും കൂടെ ഇഷ്ടമുള്ളതായിരിക്കും അതിനകത്ത് വെക്കുന്നത്. ഇഷ്ടമുള്ളത് എന്നല്ല, ഇപ്പം നമ്മൾ അതിനകത്ത് ജസ്റ്റ് ഇപ്പം ഷെൽഫിലൊക്കെ തന്നെ ആയാലും പല കളേഴ്സ് കാര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിനകത്ത് ബെറ്റർ ചെയ്താ എന്ന് നോക്കിയിട്ട് അതായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ നമ്മളടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേവ്സ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെയുള്ളത്. വേവ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് പിഗ്മെന്റ് നമ്മൾ റെസിനിൽ ആഡ് ആക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ സെൽ സെറോ എന്ന് പറയുന്ന ഒരു സെറോണ്ട് അത് നമ്മളൊരു 3 drops ആഡ് ആക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് ഈ ഒരു ഓഷ്യൻ തീം നിങ്ങൾക്ക് ഇഷ്ടമായോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫോട്ടോസാണ് ആഡ് ആക്കാനുള്ളത്. ഇത് നമ്മുടെ കസ്റ്റമർ ആളുടെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്തത്. കാരണം നമ്മൾ ഓഷ്യൻ തീം കീ ചെയിൻ, അതേ കണക്ക് തന്നെ ഓഷ്യൻ തീമിൽ ആംബ്ലിക്കൽ കോഡ്സ് ഒക്കെയാണ് നമ്മൾ പ്രിസർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പം ആനിവേഴ്സറി ആവട്ടെ, അതേ കണക്ക് തന്നെ ബർത്ത്ഡേ ആവട്ടെ, എന്ത് വർക്ക് വേണമെങ്കിലും നമുക്ക് റെസിൻ വർക്കിനകത്ത് ചെയ്യാം. നമ്മുടെ കസ്റ്റമറിന് ആകെയുള്ളൊരു സജഷൻ, നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്തോ, പക്ഷേ സംഭവം അടിപൊളിയായിരിക്കണം, ആൾക്ക് കണ്ടുകഴിഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള സജഷൻ. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണോ നമ്മൾ കൊടുക്കാം. അതിനൊക്കെ തന്നെ റെസിൻ വർക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ അവർക്കുള്ളത്, ഒരു വലിയൊരു ഹാമ്പറും കൂടെ. നമ്മുടെ പേജിലേക്ക് നമുക്ക് ഇത് അതായത് നമ്മൾ പേജ് തുടങ്ങിയിട്ട് അധികം നാളായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക്, പക്ഷേ നമ്മുടെ പേജ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് നമുക്ക് കിട്ടിയ വലിയൊരു ബഡ്ജറ്റിൻ്റെ ഒരു ഓർഡറും കൂടെ ആയിരുന്നു ഇത്. അപ്പോൾ ആ ഗിഫ്റ്റ് ഇതൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം ഇഷ്ടമായോ? നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലാൻഡ്സ്കേപ്പ് ആയിട്ടും പോർട്രേറ്റ് ആയിട്ടുമാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ പോർട്രേറ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സിൽ ഇടുമ്പോൾ 9:60 എന്നുള്ള റേഷ്യോയിലാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ലോങ് വീഡിയോ വരുമ്പോൾ അത് 16:9 ഇട്ടാണ്, പക്ഷേ നമ്മൾ തവണ അത് എടുക്കാൻ മറന്നുപോയി. അതാണ് ഇങ്ങനെ കാണുന്നത്. ഷോർട്സിൽ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള റെസിൻ വർക്ക്സ് ചെയ്യാനാണെങ്കിൽ അതിപ്പോൾ വർമല പ്രിസർവേഷൻ ആയിക്കോട്ടെ, ഇപ്പം ആംബ്ലിക്കൽ കോഡ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ബർത്ത്ഡേ ഫ്രെയിംസ് അല്ലെങ്കിൽ ആനിവേഴ്സറി, അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ സർപ്രൈസ് കൊടുക്കാനാണെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ.